ഹായ് ഫ്രണ്ട്സ്. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാർട്ടിൽ നിന്നാണ് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. സോ 5, 6 സോഷ്യൽ സയൻസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. ഇത് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് സോഷ്യൽ സയൻസിൻ്റെ. ഇതിൽ ടോപ്പിക് വൈസ് പറയുകയാണെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയിലേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇതിൽ നമ്മൾ കാണുന്നത്. യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്നാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ്. അപ്പോൾ ഇതിൽ എന്താണ് ഒത്തിരി ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ. ഇതിൽ ഫസ്റ്റ് നോക്കേണ്ടത് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ ഇത് കാണാം. അത് ഹഗ്യ സോഫിയ എന്ന പള്ളിയാണ്. അതിൻ്റെ കാര്യങ്ങളാണ് അതിൽ ബോക്സിൽ ഫസ്റ്റായിട്ട് പറയുന്നത്. സോ അതിൽ കുറച്ച് ഓർത്തുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഫസ്റ്റ് നോക്കുന്നത്. ഹഗ്യ സോഫിയ ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ്. ഓക്കെ, ഇന്ന് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായിട്ട് നിലനിൽക്കുന്നതാണ് ഈ ഹഗ്യ സോഫിയ. അപ്പോൾ ഹഗ്യ സോഫിയ സ്ഥിതി ചെയ്യുന്നത് തുർക്കിയിലാണ്, ഇപ്പോഴത്തെ തുർക്കിയിലാണ്. ഇനി ഹഗ്യ സോഫിയയെ പോലുള്ള നിരവധി ചരിത്ര ശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിലുണ്ട്. അപ്പോൾ ഇതിൽ ഓർത്തുകൊണ്ട ഒരു പോയിന്റാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നത് തുർക്കിയിലെ ഒരു സ്ഥലമാണ്, ഇപ്പോഴത്തെ തുർക്കിയിലെ സ്ഥലമാണ്. ഇപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെടുന്നത് ഇസ്താംബുൾ എന്നാണ്. അത് വരുന്നുണ്ട്, നമുക്ക് പറയാൻ ആ പോയിന്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണുമ്പോൾ യൂറോപ്പ് ഇതിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് വരുന്നത്. അതായത് ഏഷ്യ, അതേപോലെ കരിങ്കടൽ ഒരു സ്ഥലത്തുണ്ട്. ഈ ഒരു പോയിന്റിൽ ഫസ്റ്റ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തുകൊണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. സോ ആ ഒരു കാലത്ത് കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് ഇസ്താംബുൾ. അപ്പോൾ ഒന്ന് നോക്കണേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേരാണ് ഇസ്താംബുൾ എന്നത്. അപ്പോൾ അവിടെയാണ് ഹഗ്യ സോഫിയ എന്നുള്ള സ്മാരകം. ഇപ്പോഴത്തെ പേരിൽ ഓർത്തുക്കുക, അതേപോലെ പഴയ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള പേര് ഓർത്തുക്കുക. അവിടെയാണ് നമ്മുടെ ഹഗ്യ സോഫിയ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തുർക്കിയാണ് ഇതൊക്കെ വരുന്നത്, തുർക്കിയിലാണ്. ഇനി ഈ കോൺസ്റ്റാന്റിനോപ്പിളിന് 2 സവിശേഷതകളുണ്ടായിരുന്നു. കാരണം ഇത് തലസ്ഥാനമായിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ മാറിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് തലസ്ഥാനമായിട്ട് മാറാൻ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ 2-3 സവിശേഷതകളുണ്ട്. ഒന്ന്, വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു. രണ്ടാമത്തേത്, പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു ഈ ഒരു കോൺസ്റ്റാന്റിനോപ്പിൾ എന്നത്. മൂന്നാമത്തേത്, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കൊക്കെ പോകുമ്പോൾ അതിലൊരു മിഡിലായിട്ട് വരുന്നതാണ് ഇത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ 1453 എന്ത് ചെയ്തു? തുർക്കികളാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നത്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കും. അതുവരെ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. അതോടെ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കിയോടെയാണ് എന്ത് ചെയ്യുന്നത്? കിഴക്കൻ റോമാ സാമ്രാജ്യം തകരുന്നത്. ഓക്കെ, അതോടെ പല കാര്യങ്ങളും ഇത് ഒരു വേൾഡ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലും മാറ്റം വന്നു. ഇനി അടുത്ത ഇതിലെ മെയിൻ ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നവോത്ഥാനം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ വേൾഡ് ഹിസ്റ്ററിയാണ്. കലാ, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. അതായത് മധ്യകാലഘട്ടത്തിൽ കലയാണെങ്കിലും സാഹിത്യമാണെങ്കിലും ചരിത്രമാണെങ്കിലും ഒക്കെ മതങ്ങളിൽ ഊന്നിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ക്രിസ്തു മതത്തിൽ ഊന്നിയിട്ട് ഉള്ള ചരിത്രവും സാഹിത്യകൃതികളൊക്കെ ആയിരുന്നു, കലകളൊക്കെ ആയിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. ഇനി യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിനും അതേപോലെ ഗ്രീക്കും ആയിരുന്നു പണ്ഡിത ഭാഷകൾ. അതുകൊണ്ട് തന്നെ അതിൽ തന്നെയായിരുന്നു അധിക ബുക്കുകൾ എഴുതപ്പെട്ടത്. എന്നാൽ 13ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ എന്ത് ചെയ്തു? ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം ഏതൊക്കെ വരാൻ തുടങ്ങി? ഇംഗ്ലീഷും അതേപോലെ സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകൾ എന്ന് വെച്ചാൽ എന്താ? യൂറോപ്പിലുണ്ടായിരുന്ന ഓരോ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രൂപപ്പെട്ട ഭാഷകളാണ് പ്രാദേശിക ഭാഷകൾ. അങ്ങനെയുള്ള ഭാഷകളിൽ കൃതികൾ രചിക്കപ്പെടാൻ തുടങ്ങി, ബുക്കുകൾ എഴുതപ്പെടാൻ തുടങ്ങി. അപ്പോൾ മതപരമായ ആശയങ്ങൾക്ക് പകരം എന്ത് വന്നു? മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്ന രീതിയിലുള്ള സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം വരാൻ തുടങ്ങി. അതായത് മനുഷ്യരുടെ ജീവിതത്തെ പറ്റിയിട്ടും അതുപോലുള്ള കഥകൾ, നോവലുകൾ സാഹിത്യത്തിൽ വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് എന്ത് പറയുന്നത്? മാനവികത എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മാനവികത എന്ന് വെച്ചാൽ എന്താ? അതായത് മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുകയാണെങ്കിൽ യുക്തിചിന്തയുടെയും അന്വേഷണത്വരയുടെയും വളർച്ചയ്ക്ക് ഇത് എന്ത് ചെയ്തു? കാരണമായിട്ടുണ്ട്. അതായത് മാനവികത സബ്ജക്റ്റുകൾ വന്നപ്പോൾ എന്ത് ചെയ്തു? യുക്തിചിന്ത എന്ന് വെച്ചാൽ മതത്തിൽ നിന്നും വിഭിന്നമായിട്ട്, അതേപോലെ അന്വേഷണത്തോടെ ഓരോ കാര്യങ്ങൾക്കും എന്താണ് അതിൻ്റെ പിന്നിലുള്ള
സയൻറ്റിഫിക് ഫാക്റ്റുകളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ അത് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു റീസണായിട്ട് ഇത് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ എന്ത് ചെയ്തിട്ടുണ്ടായി, പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇത്തരത്തിലുണ്ടായ ഉണർവാണ് എന്ത് പറയുന്നത്, നവോത്ഥാനം എന്ന് പറയുന്നത്. ഇത്തരത്തിലുണ്ടായ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ഇനി നവോത്ഥാന സാഹിത്യത്തിൽ ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് ഇനി കുറച്ച് കൃതികളൊക്കെ അതേപോലെ എഴുതപ്പെട്ട ആളുകളൊക്കെ പേരുകളൊക്കെ പഠിക്കാനുള്ളത്. ഇനി അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു വ്യക്തി സാഹിത്യകാരൻ എന്ന് പറയുന്നത് പെട്രാർക്കാണ്. പെട്രാർക്കാണ് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന സാഹിത്യകാരൻ, പെട്രാർക്ക്. അപ്പോൾ പെട്രാർക്കിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് ഏത്, സീക്രട്ടം. സീക്രട്ടം എന്നുള്ള കൃതി ഓർത്തുക, പെട്രാർക്ക്. അതേപോലെ പെട്രാർക്ക് ആരാണ്, നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും പെട്രാർക്കാണ്. ഇനി അടുത്തത് കുറച്ച് കൃതികളും ഇത് 4 ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 4 ചിത്രങ്ങളിൽ ഉള്ള ആളുകളുടെ കൃതികളാണ് നമുക്ക് ഓർത്തോക്കേണ്ടത് ഇതിൽ. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ്. ഒന്ന് ഡിവൈൻ കോമഡി എന്നുള്ള ബുക്ക് രചിച്ചിരിക്കുന്നത് ദാന്തെയാണ് ഡിവൈൻ കോമഡി രചിച്ചിരിക്കുന്നത്. ദക്കാമറൻ കഥകൾ നമ്മൾ ഓൾറെഡി മുന്നേ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൊക്കാച്ചിയോയുടെ എന്താണ് ദക്കാമറൻ കഥകൾ. അതേപോലെ സെർവാന്റെ എഴുതിയ ബുക്കാണ് ഇത് ഡോൺ കിക്സോട്ട് സെർവാന്തയുടെ ബുക്കാണ്. ഇറാസ്മസ് എഴുതിയ ബുക്കാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. അപ്പോൾ ഇത് 4 ബുക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു നോക്കണം. പിന്നെ നമ്മൾ ഓൾറെഡി പെട്രാർക്കിൻ്റെ പറഞ്ഞു, സീക്രട്ടം. നവോത്ഥാനത്തിൻ്റെ പിതാവ് നടന്നത് പെട്രാർക്കിൻ്റെ ബുക്കാണ് ഏത്, സീക്രട്ടം. അതും പഠിക്കണം. അപ്പോൾ 5 ബുക്കുകൾ ഇപ്പോൾ ഓൾറെഡി 5 പഠിക്കാനായിട്ടുണ്ട് ഇതിൽ. ഇനിയും ഇതിൻ്റെ ടേബിൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു മിക്കവാറും എക്സാമിനൊക്കെ ചോദിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും, ഇത് ചിലപ്പോൾ ചേർക്കുന്ന രീതിയിലൊക്കെ ചോദിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ചെയ്യാൻ പറ്റണം. ഇനി കലയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ഇപ്പോൾ സാഹിത്യമാണ് ഇതുവരെ പറഞ്ഞത്. ഇനി കലയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ലിയാനോർഡോ ഡാവിഞ്ചിയുടെ ശ്രദ്ധേയനായിരുന്നു ചിത്രകാരൻ. അതായത് ലിയാനോർഡോ ഡാവിഞ്ചി ആയിരുന്നു ആ ടൈമിലുണ്ടായിരുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചിത്രകാരൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ഒന്നാണ് ഏത്, മൊണാലിസ. വീണ്ടും വേറെ ഒന്നാണ് അവസാനത്തെ അത്തായം. അപ്പോൾ അത് ഓർത്ത് നോക്കണേ, മൊണാലിസയും അവസാനത്തെ അത്തായം ആരുടെ ചിത്രങ്ങളാണ്, ലിയോനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രങ്ങളാണ് മൊണാലിസയും അവസാനത്തെ അത്തായം. ഇനി നവോത്ഥാന കാലത്തെ പ്രസിദ്ധമായ ചിത്രങ്ങളിലൊന്നാണ് മൊണാലിസ. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മൊണാലിസ എന്ന് പറയുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവസാനത്തെ അത്തായത്തിൻ്റെ ഒരു പിക്ചറാണ് ആ കാണുന്നത്. ഇനി അടുത്ത വേറെ കുറച്ച് ചിത്രകാരന്മാരും അവരുടെ കലയുടെ പേരുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൈക്കൽ ആഞ്ചലോയുടെ ചിത്രമാണ് ഏത്, അന്ത്യവിധി. മൈക്കൽ ആഞ്ചലോയുടെ ചിത്രമാണ് അന്ത്യവിധി. അതേപോലെ റാഫേലിൻ്റെ ചിത്രമാണ് ഏതൻസിലെ വിദ്യാലയം എന്നുള്ളത് റാഫേലിൻ്റെ ചിത്രമാണ്. ഇനി അടുത്ത നമ്മൾ ചിത്രങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാസ്തുവിദ്യയിലെയും ശില്പവിദ്യയിലെയും പ്രധാന കലാകാരന്മാരും അവരുടെ സൃഷ്ടികളെയും ചിത്രങ്ങളിൽ നിന്ന് കണ്ടെത്താനാണ്. അതായത് ഇനി പറയാൻ പോകുന്നത് വാസ്തുവിദ്യ അല്ലെങ്കിൽ ശില്പവിദ്യയാണ്. നമ്മൾ സാഹിത്യം പറഞ്ഞു, അതേപോലെ ചിത്രം പറഞ്ഞു. ചിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ള എത്ര പേരാ, 3 പേര്. റാഫേൽ, മൈക്കൽ ആഞ്ചലോ, ലിയോനാർഡോ ഡാവിഞ്ചി. ഇവർ 3 പേരാണുള്ളത്. സാഹിത്യത്തിൽ നേരത്തെ എത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇപ്പോൾ ചിത്രവും പഠിച്ചു. ഇനി അടുത്തത് വരുന്നത് വാസ്തുവിദ്യയും അതേപോലെ ശില്പവിദ്യയാണ്. അതിൽ ഫസ്റ്റ് പഠിക്കുന്നത് ലോറൻസോ ഗിബർട്ടിയാണ് ഏത് ഇത് പണിതത്, ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിലിലെ ഈ ശില്പങ്ങളൊക്കെ പണിയിപ്പിച്ചല്ല വാസ്തുവിദ്യ ചെയ്തത് ഈ ലോറൻസോ ഗിബർട്ടിയാണ്. അപ്പോൾ ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ കേട്ടോ, ഓർത്തോക്കണേ. അതേപോലെ ഡൊണാറ്റലോയുടെ എന്താണ് ശില്പവിദ്യയാണ് ഗട്ടാ മെലീത്ത എന്നറിയപ്പെടുന്ന ഈ ഒരു ചിത്രം. നിങ്ങൾക്ക് ഇവിടെ ചിത്രം കാണാൻ പറ്റും. ചിത്രമല്ല, അതൊരു ശില്പമാണ്. അപ്പോൾ ഗട്ടാ മെലീത്ത എന്നുള്ള ആ ശില്പം പണിയിപ്പിച്ചതാരാണ്, ഡൊണാറ്റലോ ആണ്. ഗട്ടാ മെലീത്ത എന്നുള്ള ആ ഒരു ശില്പത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇനി നവോത്ഥാനം, അടുത്ത കേസിൽ നവോത്ഥാനം ശാസ്ത്രത്തിൽ നവോത്ഥാനത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. നമ്മൾ ഓൾറെഡി മുമ്പ് പറഞ്ഞൊരു ഫാക്റ്റാണത്. അത് കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞത്. അതിന് പറഞ്ഞു ആദ്യം കേന്ദ്രം, കോപ്പർനിക്കസിൽ ഫസ്റ്റ് ലെറ്റർ എടുത്താൽ കേന്ദ്രം, ലാസ്റ്റ് ലെറ്റർ എടുത്താൽ സൂര്യൻ, അത് കിട്ടും. അവർക്ക് കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞിരിക്കുന്നത് കോപ്പർനിക്കസ് ആണ്. ഇനി ഗലീലിയോ ടെലസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ആര്, ഗലീലി. അടുത്തത് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുക, ആ ഒരു ആളുകളെയും കൂടി ഒന്ന് ഓർത്ത് നോക്കുക. ഇവിടെ ഒന്നും അത്രത്തോളം അതേ ഉള്ളൂ. ഇനി അടുത്ത മതനവീകരണം എന്ന് വെച്ചാൽ 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണം മതനവീകരണം എന്നറിയപ്പെടുന്നു. അപ്പോൾ മതനവീകരണം ഉദ്ദേശിക്കുന്നത്
ഈ ഇത്തരം ആശയങ്ങൾ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു കലകൾ, അതേപോലെ ശില്പങ്ങൾ, സാഹിത്യങ്ങളൊക്കെ വന്നപ്പോൾ മതത്തിൽ പോലും അതിൻ്റെ ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ നവോത്ഥാന ആശയങ്ങൾ മതരംഗത്ത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിൽ ഉണ്ടായ പരിഷ്കരണമാണ് ഇത് അറിയപ്പെടുന്നത് മതനവീകരണം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ജർമ്മനിയിലാണ് ഇത് ആരംഭിച്ചത്. അതൊന്ന് ഓർത്ത് നോക്കണേ. ജർമ്മനിയിലാണ് ഈ മതനവീകരണം ആരംഭിച്ചത്. അത് ഇവിടെ മതനവീകരണം, ജർമ്മനിയിലെ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ആര്? മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ വേറെ ആളിനെ മാർട്ടിൻ ലൂതർ കിങ്, അതൊന്നല്ല. ഇത് എന്താണ്, മതനവീകരണമായിട്ട് ബന്ധപ്പെട്ട മാർട്ടിൻ ലൂതറാണ്. അപ്പോൾ മാർട്ടിൻ ലൂതറാണ് ജർമ്മനിയിലെ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത്. ഇനി അടുത്തത് വ്യവസായ വിപ്ലവം. വ്യവസായ വിപ്ലവം എന്ന് വെച്ചാൽ ഈ നവോത്ഥാനത്തെ തുടർന്നിട്ട് ശാസ്ത്ര രംഗത്ത് വൻ കുതിപ്പുണ്ടായി. അതായത് പുരോഗതി പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു. പുതിയ പുതിയ യന്ത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു. അങ്ങനെ ഇത്തരത്തിൽ യന്ത്രങ്ങൾ കണ്ടുപിടിച്ചാൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഉൽപ്പാദന രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും. അതായത് ഉൽപ്പാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ വ്യവസായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ വ്യവസായപരമായിട്ട് വലിയ ഒരു ഉയർച്ച ഉണ്ടായി. അങ്ങനെ വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. അതൊന്ന് ഓർത്തക്കണേ. വ്യവസായ വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. മതനവീകരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, എവിടെയായിരുന്നു? ജർമ്മനിയിൽ മാർട്ടിൻ ലൂതർ. ഇത് വ്യവസായ വിപ്ലവമാണ്. വ്യവസായ വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. ഇനി വ്യവസായ വിപ്ലവ കാലത്ത് കണ്ടുപിടിച്ച കുറച്ച് കണ്ടുപിടുത്തങ്ങളുണ്ട്. ആ കണ്ടുപിടുത്തങ്ങൾ 4 ഇവിടെ 4 പഠിക്കാനുള്ളത്. ആ 4 കണ്ടുപിടിച്ചത് ആരാണെന്നുള്ളത് എന്ത് ചെയ്യണം? ആ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ ഓർത്ത് വെക്കണം. ഇപ്പോൾ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെയ് ആണ്. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെയ്. അതേപോലെ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ്. ആവിയന്ത്രം ജെയിംസ് വാട്ട്. അതേപോലെ ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീവൻസൺ. ഈ 4 പേരെ ഓർത്ത് നോക്കണം. 4 പേരുടെയും കണ്ടുപിടുത്തങ്ങളും ആ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരാരാണെന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് അവിടെ നിന്ന് ഓർത്ത് നോക്കുക. അത്രയാണ് നമുക്കതിൽ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അടുത്ത നമുക്ക് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. അടുത്ത മുതലാണ് ശരിക്കും സിലബസിൽ കറക്റ്റ് പക്കാ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് ഇനി വരുന്നതൊക്കെ. അപ്പോൾ അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്തൊരു സെഷനിൽ എടുക്കാം.